ഒടുവിൽ ഗഫൂർ ഹാജിയുടേത് കൊലപാതകമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. കേസിൽ ജിന്നുമ്മയും ഭർത്താവും ബന്ധുക്കളായ 2 സ്ത്രീകളും പോലീസിന്റെ പിടിയിലായി. ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞു വാങ്ങിയ സ്വർണം തിരിച്ചു ചോദിച്ചതാണ് അരുൺ കൊലയിൽ കലാശിച്ചത്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅതി ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്. പടച്ചോൻ തരാൻ തീരുമാനിച്ചതിനെ തടയാനോ റബ്ബ് തരാത്തതിനെ വാങ്ങിത്തരാനോ ആരുമില്ല എന്ന വാക്കാണ് 5 നേരം നിസ്കാരം കഴിഞ്ഞാൽ മുസൽമാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം മനസ്സിലായ ഒരാള് പിന്നെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോ അള്ളാനെ വിട്ട് സൃഷ്ടികളിലേക്ക് ഓടുവോ? ഖബറിന്റെ മുന്നിലേക്ക് ഓടുമോ? ഏതെങ്കിലും വ്യക്തികളെ പൂജിക്കാൻ ഓടുമോ? ഏതെങ്കിലും അർത്ഥത്തിലുള്ള പൂജാകർമ്മങ്ങളിലേക്ക് ഓടുമോ? പടച്ചവനെ വിട്ടിട്ട് ഇവൻ പറയുന്നതിന്റെ അർത്ഥം അവന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നീ സമസ്തക്കാരനാവാം, നീ സലഫിയിൽപ്പെട്ടവനാകാം, നീ തബ്ലീഗിൽപ്പെട്ടവനാകാം, നീ മുസൽമാനായി അറിയപ്പെടുന്നവനാകാം. ഈ പറയുന്നതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പടച്ചവനെ നീ തരുന്ന ഒന്നിനെ തടയാനോ നീ തടഞ്ഞു വച്ചതിനെ വാങ്ങിത്തരാനോ ആരുമില്ല റബ്ബേ എന്ന് പറഞ്ഞ് ആ വാക്കിന്റെ അർത്ഥം ഹൃദയത്തിലേക്ക് വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ആ ഖൽബിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നവനാണെങ്കിൽ, അതെ 496 കിലോമീറ്റർ നീളമുള്ള ഞരമ്പുകൾ ചുരുട്ടിവെച്ച് തലയോട്ടിക്കുള്ളിൽ തലച്ചോറാക്കി വെച്ച ആ തലച്ചോറിനുള്ളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ടെങ്കിൽ നീ ആലോചന നിമഗ്നനായി മാറും. നീ ചിന്തിക്കാൻ കഴിയണം. അപ്പോഴാണ് നമ്മൾ മനുഷ്യനാവുക.